ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സഹായ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ഇത് നമ്മൾ മമ്മൂട്ടിയുടെ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ ഷർട്ട്, മമ്മൂക്ക ഇട്ട് ചെയ്യുന്ന ഷർട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷർട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ തപ്പെടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അടിപൊളി സംഭവമാണ്. അപ്പോൾ അതല്ല നമ്മുടെ കണ്ടൻറ്റ് ഇന്നത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ഓവർ അങ്ങനെ ചെയ്യാനുള്ളതാണ്. വോയിസ് ഓവർ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ നമുക്ക് ഭയങ്കര അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വോയിസ് ഓവർ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വോയിസ് ഓവർ ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഷോട്ടാണ്. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ വെറുതെ വോയിസ് കൊടുക്കാം. എന്നിട്ട് 4-5 ടൈപ്പിൽ നമ്മുടെ വോയിസ് മാറ്റാൻ പറ്റും. അതായത് മെന്ന്, വുമൺ, ചൈൽഡ്, റോബോട്ട്, അങ്ങനെ എന്തോ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ക്യാപ് കട്ടിൽ ആണെങ്കിൽ കുറച്ചും കൂടി അധികം ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വേറെ കുറേ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേൾക്കുന്ന ആ ഒരു സൗണ്ടുകളില്ല, നമ്മുടെ പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ സംസാരിക്കുന്ന ആ ഒരു സൗണ്ട് കേൾപ്പിക്കാറില്ല ആൾക്കാർ, ഡബ് ചെയ്യുന്ന ആ ഒരു വോയിസ്, അതൊക്കെ ക്യാപ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വോയിസ് ഓവറിൻ്റെ ഫുൾ സംഭവങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് വീഡിയോ ആ ഒരു ഫയൽ അതിൽ ആഡ് ചെയ്യുക, വോയിസ് ഓവർ എങ്ങനെ ആഡ് ചെയ്യാം, സൗണ്ട് എങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോയിൽ ചേർക്കുമ്പോൾ ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് യു കട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഷോട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് യു കട്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് വോയിസ് ഓവർ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലസ് ഐക്കൺ അമർത്തിയതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്യുക. അത് എൻ്റെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഉള്ള വീഡിയോയുടെ വോയിസ് കളയാൻ, അതായത് നോയ്സ് അല്ല അതിലുള്ള സൗണ്ട് മൊത്തം കളയാനായിട്ട് ഇവിടെ അൺമ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്ലസ് ഐക്കണിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സംഭവം കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ സൗണ്ട് ഓഫ് എന്ന് അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ ആ വീഡിയോയിലത്തെ സൗണ്ട് മൊത്തം പോയി. അപ്പോൾ ഇനി നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. അതിനായിട്ട് മുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. റെക്കോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെ നിന്നാണ് വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ആ ഒരു കഴ്സർ കൊണ്ട് വയ്ക്കുക. അതിനുശേഷം ഇവിടെ വോയിസ് റെക്കോർഡറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി. നമ്മളിപ്പോൾ ഇതേപോലെ വർത്താനം പറയുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പറയുക. എന്നിട്ട് എത്ര പറഞ്ഞു കഴിയുമ്പോൾ ജസ്റ്റ് ഇത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ ടിക്ക് അടിച്ചാൽ ആ വോയിസ് ഓവർ ഓക്കെ ആവും. അല്ലെങ്കിൽ അടിയിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അടിയിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടിക്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വോയിസ് ഓവർ റെഡി ആയിട്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. ഇവിടെ വോയിസ് ചേഞ്ച് എന്നുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വോയിസ് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ മാൻ വേണമെങ്കിൽ മാൻ, വുമൺ, ചൈൽഡ്, മോൺസ്റ്റർ, റോബോട്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനലാണെങ്കിൽ ഒറിജിനൽ വോയിസിന് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ സ്പ്ലിറ്റ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുക. ബാക്ക് എടുക്കണമെങ്കിൽ മുകളിൽ ബാക്ക് ഉണ്ട്, അത് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് അമർത്തിയാൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യു കട്ടിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ക്യാപ് കട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ക്യാപ് കട്ടിൽ എങ്ങനെ വോയിസ് ഓവർ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ന്യൂ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ എടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ ആഡ് ചെയ്ത് വെച്ചതാണ്. അതെങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ആദ്യം തന്നെ മ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. മ്യൂട്ട് ക്ലിപ്പ് കൊടുത്താൽ നമ്മുടെ ഈ ഇട്ട വീഡിയോയുടെ മൊത്തം വോയിസ് പോവും. അതിനുശേഷം ഇവിടെ ഓഡിയോയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, ഒരു ബ്ലൂ കളർ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 3, 2, 1 കാണാം. അപ്പോൾ 1 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ റെക്കോർഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എൻഹാൻസ് വോയിസ് ഉണ്ട്, വോയിസ് ചേഞ്ചസ് ഉണ്ട്. ഇതിൽ ഇഷ്ടംപോലെ വോയിസ് ചേഞ്ചിങ് ഓപ്ഷനുകളുണ്ട്. വോയിസ് എഫക്റ്റുകളും സംഭവങ്ങളൊക്കെ, വോയിസ് ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മറ്റേ സാധാരണ പോലെ തന്നെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വേറെ കുറച്ച് ഓപ്ഷനുകൾ കൂടി ഉണ്ട്. അതായത് നമ്മുടെ എൻഹാൻസ് വോയിസ്, റെഡ്യൂസ് നോയ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കളയാനുള്ള കുറേ ഓപ്ഷനുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും നിങ്ങളുടെ വോയിസ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ.